ഞാനിപ്പോ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യമാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് ഒന്നിൽ കൂടുതൽ ഡ്രഗ് ഒരു സെയിം ലൊക്കേഷനിലേക്കാണ് അയക്കേണ്ടത് എങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഒരെണ്ണം മതി. പക്ഷെ പല സ്ഥലത്തേക്ക് പല ഡ്രഗുകളാണ് അയക്കേണ്ടതെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമ്പോർട്ട് ലൈസൻസിന്റെ ആവശ്യമുണ്ട്. അതേപോലെ ഹോമിയോപ്പതി എടുത്താലും ഒരു പുതിയ ഹോമിയോപ്പതിക് മെഡിസിനും പെർമിഷൻ ഇല്ലാതെ, അതായത് ലൈസൻസിങ് അതോറിറ്റി എഴുതാതെ നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു പുതിയ ഡ്രഗ്, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് എ ന്യൂ ഡ്രഗ്, അത് ഇമ്പോർട്ട് ചെയ്യാൻ അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വഴിയോ അല്ലെങ്കിൽ ഓട്ടോണമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയോ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു പേഷ്യന്റ് സഫർ ചെയ്യാണ്, ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ഉണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർദ്ധിക്കുന്നതാണ് എങ്കിൽ മാത്രമേ അത് നമുക്ക് അലോ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് കനോട്ട് ബി പെർമിറ്റഡ്. ഓക്കെ, ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോ ഒരു പേഷ്യന്റിന്റെ ലൈഫിനെ സേവ് ചെയ്യാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇമ്പോർട്ട് അനുവദിക്കാം. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് ഫോർ എക്സാമിനേഷൻ, ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് may be imported subjected to the condition that the license shall use the drug exclusively. അപ്പം എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഒരു ഡ്രഗ് വരുത്തിച്ചു എന്നിരിക്കട്ടെ, മനസ്സിലായോ? എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എക്സാമിനേഷൻ അനാലിസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് നമ്മൾ വരുത്തിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വരുത്തിക്കുന്ന ഒരു ഡ്രഗ് ആണെങ്കിൽ, ഇമ്പോർട്ട് ചെയ്ത ഒരു ഡ്രഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. Okay, so small quantities of the drug for examination, test അല്ലെങ്കിൽ analysis, if they are imported, we are subjected to the condition that the licensee shall use the drug exclusively for the purpose for which is imported. എന്തായിരുന്നു ആവശ്യം, ഇമ്പോർട്ട് ചെയ്തപ്പോഴുള്ള ആവശ്യം എന്തായിരുന്നു, അതേ ആവശ്യം തന്നെ മതി. ഇമ്പോർട്ട് ചെയ്തപ്പോ എന്തായിരുന്നു നീഡായിട്ടുണ്ടായിരുന്നു, അതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനത്തെ യൂസ് ചെയ്യണം. The licensee shall allow any inspector authorized by the licensing authority to inspect the premise without prior notice and investigate the manner in which substance has been withdrawn and used. The licensee is issued in form number 11. The licensee should maintain all the record and comply with the condition stipulated for the ലൈസൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫോം നമ്പർ 11 സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡ്രഗ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡ്രഗ് നമ്മൾ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം, മൊത്തത്തിൽ യൂസ് ചെയ്യണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആ ലൈസൻസി അതിനെ കൃത്യമായി ഡിസ്പോസ് ചെയ്യണം. ഏതെങ്കിലും ഒരു അതോറിറ്റി ഉള്ള ഒരാൾ, അതായത് ഒരു ഇൻസ്പെക്ടർ അവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ വരികയാണ്, പെട്ടെന്ന് സഡനായിട്ട് വരികയാണ്, വിത്തൗട്ട് എനി ഇൻഫർമേഷൻ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 11 പറയുന്നത് പോലെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. എപ്പോൾ ഇൻസ്പെക്ഷൻ വന്നാലും നമ്മളത് അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഫോം നമ്പർ 11 പറയുന്നത് എന്താണ്, സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡ്രഗ് ഫോർ എക്സാമിനേഷൻ ഫോർ അല്ലെങ്കിൽ ടെസ്റ്റോ അനാലിസിസിനോ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് സസ്പെൻഷൻ ആൻഡ് ക്യാൻസലേഷൻ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ഓർ registration certificate. If the manufacturer or licensee fails to comply with any conditions of the registration certificate, the licensing authority may, after giving him an opportunity to show cause, may suspend and cancel the registration certificate for such period as it thinks fit. ഓക്കെ, അതായത് ഒരു മാനുഫാക്ചറോ അല്ലെങ്കിൽ ലൈസൻസിയോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ ലൈസൻസിങ് അതോറിറ്റി ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഫിറ്റ് ടു ദാറ്റ് പീരീഡ്. ഹൗവർ the aggrieved person may appeal to the central government. നമ്മളിപ്പം ഒരാൾക്കെതിരെ ലൈസൻസിങ് അതോറിറ്റി ഒരു
ക്യാൻസലേഷൻ നടത്തുകയാണെങ്കിൽ അയാൾക്ക് 30 ദിവസത്തിന്റെ ഉള്ളിൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒരു അപ്പീൽ സബ്മിറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഒരു സസ്പെൻഷനോ ക്യാൻസലേഷനോ ഒരാളുടെ ലൈസൻസിനോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനോ വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് സെൻട്രൽ ഗവൺമെന്റിനോട് ഒരു അപ്പീലിന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു അപ്പീൽ വഴി സെൻട്രൽ ഗവൺമെന്റിനോട് സഹായം ചോദിക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് ബി വിതിൻ 30 days, 30 ദിവസത്തിന്റെ ഉള്ളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട്. യു ഹാവ് ഓൺലി 30 days ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പെനാൽറ്റീസ് അല്ലെങ്കിൽ ഒഫൻസസ് ആണ് പറയാൻ പോകുന്നത്. സോ ഒഫൻസസ് പറയുകയാണെങ്കിൽ ദ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് റിലേറ്റഡ് ടു ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഒഫൻസസും പെനാൽറ്റീസും പ്രധാനമാണ്. ഏറ്റവും ആദ്യം പറയുന്നത് ഫസ്റ്റ് കൺവിക്ഷനും സബ്സിക്വന്റ് കൺവിക്ഷൻസും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ ആദ്യം അവർക്ക് എന്ത് ചെയ്തു, ഒരു എന്താ പറയാ, ഒരു വാണിംഗ് കൊടുത്തു, ഒരു ചെറിയ ഫൈൻ കൊടുത്തു. പക്ഷെ പിന്നീടും അവർ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് കൺവിക്ഷനും subsequent conviction. Okay, so an offense of any imprisonment up to 3 years imprisonment. അപ്പം ഫസ്റ്റ് എന്താണ്, an offense of any imprisonment up to 3 years, ഫസ്റ്റ് കൺവിക്ഷൻ. പിന്നീടും അയാൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 5 year വരെ കൊടുക്കാം. ഇൻ കേസ് ഓഫ് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ സ്പ്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനത്തിൽ ഈ പറയുന്ന അഡൾട്രേഷനോ സ്പ്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ പിന്നെയും ചില 5 വർഷം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫൈനും അയാൾക്ക് കൊടുക്കാം. എത്ര രൂപയാണ്? 5,000 rupees ഫൈൻ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം 10,000 rupees ഫൈൻ. ഓക്കെ, സോ സെക്ഷൻ 9A ഉണ്ട്, 9B ഉണ്ട്, ആൻഡ് 9(0) ഉണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. 9A, 9(0) ആൻഡ് 9B. 9(0) എന്ന് പറയുന്നത് കോസ്മെറ്റിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. കോസ്മെറ്റിക്കിന്റെ പെനാൽറ്റീസിനെയും ഒഫൻസസിനെയും പറ്റിയിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ കോസ്മെറ്റിക് 9(0). 9A എന്ന് പറയുന്നത് എന്താ? 9A എന്ന് പറയുന്നത് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള, എ എന്ന് പറയുന്നത് അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പറ്റി പറയുന്നത്, ബി എന്ന് പറയുന്നത് സ്പ്യൂരിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 6 months, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 12 months, കോസ്മെറ്റിക്സ് അതർ ദാൻ ദോസ്, അല്ലെങ്കിൽ ഫൈൻ അപ് ടു 500 rupees, അല്ലെങ്കിൽ ഫൈൻ അപ് ടു 1000 rupees, അല്ലെങ്കിൽ ഇത് രണ്ടും കൊടുക്കുന്നതാണ്. ഈ പറയുന്ന പോലെ ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ഫോംസ് നോക്കാം. ഞാൻ പറയുന്നതിന്റെ കൂടെ അങ്ങ് എഴുതി പൊക്കോ, അപ്പൊ ഫോംസ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, ഏറ്റവും ആദ്യം വരുന്നത് ഫോം നമ്പർ 1. ഫോം നമ്പർ 1 എന്ന് പറയുന്നത് മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. അപ്പൊ ഫസ്റ്റ് എന്താണ്? മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. അപ്പൊ ഫോം നമ്പർ 1 ആണ് ഞാൻ പറയുന്നത്. അപ്പൊ മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് മെമ്മോറാൻഡം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ. ഫോം നമ്പർ 1 ഈസ് മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. അപ്പൊ മെമ്മോറാൻഡം എന്താ? ഒരു റിട്ടൺ മെസ്സേജ്, അല്ലെ ഒരു ഡിസിഷൻ എഴുതിക്കൊണ്ടുള്ള ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു റെക്കോർഡിക്കൽ ആയിട്ടുള്ള സാധനമാണ്. സോ റിട്ടൺ മെസ്സേജ് ആണ്. ഓക്കെ, സോ ഫ്യൂച്ചർ, പിന്നീടുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ് ഒരു ബ്രീഫിംഗ് നോട്ട് അല്ലെങ്കിൽ മെമ്മോറാൻഡം എന്നൊക്കെ പറയുന്നത്. യൂഷ്വലി നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് മെമ്മോറാൻഡത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് വന്നത് ഫസ്റ്റ് ഫോമിൽ വന്നത് മെമ്മോറാൻഡം ടു ദ CDL. 2 സർട്ടിഫിക്കറ്റ് ഓഫ് CDL ഫോർ ടെസ്റ്റ് അനാലിസിസ്. അപ്പൊ ആദ്യം നമ്മൾ മെമ്മോറാൻഡം കൊടുത്തു. രണ്ടാമത്തെ ഫോമില്
ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടിയിട്ട് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി നമുക്ക് തന്ന സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ആലോചിച്ചാൽ ആദ്യം ഒരു മെമ്മോറാൻഡം, ഒരു ഡിസിഷൻ അങ്ങോട്ട് അയച്ചു, തിരിച്ച് അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. ഫോർ അനാലിസിസ് അല്ലെങ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അവരൊരു മെമ്മോറാൻഡം തന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഫോം നമ്പർ 8. ഫോം നമ്പർ 8 ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഫോം നമ്പർ 8 എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഷെഡ്യൂള് എക്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഫോം നമ്പർ 8. ഷെഡ്യൂൾ എക്കകത്ത് ഷെഡ്യൂൾ എക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? സോ ഷെഡ്യൂൾ ഫോം നമ്പർ 8 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് to import drugs except schedule X. License for this is issued in form number 10. ഫോം നമ്പർ 10-നകത്താണ് ലൈസൻസ് കൊടുക്കുക. അപ്പം ആപ്ലിക്കേഷൻ വേറെ, ലൈസൻസ് വേറെ. ഈ ഫോം പഠിക്കുമ്പോൾ എല്ലാവർക്കും പറ്റിപ്പോകുന്ന ഒരു തെറ്റാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പഠിക്കുന്നത് വേറെയാണ്, ഈ ഫോമിന്റെ നമ്പർ പഠിക്കുന്നത് വേറെ ആയിട്ട്. അപ്പം അതാണ് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ 8 എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു ഇമ്പോർട്ട് ഡ്രഗ് എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ്. അപ്പം 8-ഉം 8A പഠിക്കുക. 8 എന്ന് പറയുന്നത് എന്താണ്? എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ്. ഷെഡ്യൂൾ എക്സ് എക്സെപ്റ്റ് ചെയ്തിട്ട്. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഷെഡ്യൂൾ എക്സ്. അതാണ് വ്യത്യാസം. ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു ഇമ്പോർട്ട് ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ്. 8 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇമ്പോർട്ട് ഡ്രഗ്സ് എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ്. ഇതാണ് വ്യത്യാസം. ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ ബ്രീഫിങ്, ഞാൻ ആ ഒരു പേജ് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ അപ്പൊ അതിന്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്താൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റില്ല. സ്വയമേ അതിനു വേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ 8-ഉം 8A പറഞ്ഞു. 8 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റെൻഡ്, അതായത് ഷെഡ്യൂൾ എക്സിനെ ഉൾക്കൊള്ളിക്കാത്ത ഡ്രഗിന്റെ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ. 8A എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ എക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡ്രഗുകളുടെ ആപ്ലിക്കേഷൻ. ഇതിന് രണ്ടിന്റെയും സർട്ടിഫിക്കറ്റ് ഫോം 10 എന്നാ പറയുന്നത്. അതായത് 8-ൽ ചോദിച്ചിരിക്കുന്ന എന്താ? ഷെഡ്യൂൾ എക്സിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രഗിന്റെ ലിസ്റ്റ് ആണ് ഷെഡ്യൂൾ ഫോം നമ്പർ 8 എന്ന് പറയുന്നത്. ഫോം നമ്പർ 10 എന്ന് പറയുന്നത് ഈ കൊടുത്ത ആപ്ലിക്കേഷന് നമുക്ക് തിരികെ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഫോം 10 എന്ന് പറയുന്നത്. സുപ്രിയ, മനസ്സിലായോ? അത് ഫോം നമ്പർ 10 പറഞ്ഞ മനസ്സിലായോ? 8 മനസ്സിലായി, 10 മനസ്സിലായിട്ടില്ല. അതായത് ഫോം നമ്പർ 8 നമ്മൾ പറഞ്ഞ എന്താ? ഷെഡ്യൂൾ എക്സ് ഇല്ലാത്ത നമ്മൾ ആപ്ലിക്കേഷൻ ഫോം, ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗിന്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതാണ് 8, ഫോം നമ്പർ 8. ഓക്കെ, 8A എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ എക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉള്ള ഡ്രഗുകൾക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് 8A. ഈ രണ്ട് ആപ്ലിക്കേഷനും അവർ തിരികെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരണ്ടേ? ആ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 10-ഉം 10A. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പം അത് നമ്മുടെ ചിലപ്പോ നമ്മുടെ ഫോം നമ്പറിന്റെ അകത്തായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ പഠിക്കുമ്പോൾ ഫോം നമ്പർ 1, 2, 8, 8A, 9, 11 എന്ന് പറഞ്ഞേ കിടക്കുള്ളൂ. അതൊക്കെ ആപ്ലിക്കേഷൻ ഫോമാ. അപ്പൊ ചോദ്യം ചിലപ്പോ വരാം, എന്താ, ഫ്രം ദ ബിലോ ഓപ്ഷൻ ചൂസ് ദ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം നമ്പർ ഫോർ ഇമ്പോർട്ട് ഡ്രഗ്സ് എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോം 8 എടുക്കണം. പക്ഷെ നിങ്ങളോട് ലൈസൻസ് ഫോർ ഡ്രഗ്സ് എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ് എന്ന് ചോദിച്ചാൽ ഫോം നമ്പർ 10. അപ്പൊ ലൈസൻസിന്റെ ചോദ്യവും ആപ്ലിക്കേഷന്റെ ചോദ്യവും രണ്ടും തിരിച്ചറിയാനായിട്ട് പറ്റണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഷെഡ്യൂൾ 8-ഉം 8A കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ലൈസൻസ് ആണ് 10-ഉം 10A. ഓക്കെ, then നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫോം നമ്പർ 9 ആണ്. അണ്ടർടേക്കിംഗ് accompanying application for import license. Okay, so schedule 9 ആപ്ലിക്കേഷൻ ലൈസൻസ് ഇമ്പോർട്ട് ആണ് വരുന്നത്. നമ്മളിപ്പം പറയില്ലേ, നമുക്ക് ഇമ്പോർട്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതിനെ അക്കമ്പനി ചെയ്യുവാനുള്ള, അണ്ടർടേക്കിംഗ് അക്കമ്പനിയും ചെയ്യുവാനുള്ള ആപ്ലിക്കേഷൻ ആണ്
ഫോം നമ്പർ 9 എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫോം നമ്പർ 9 ആണ്. ഫോം നമ്പർ 9 ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു, സിയും C1ഉം നോട്ട് എക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. സിയും C1ഉം ഷെഡ്യൂളിന്റെ അകത്ത് ഏതാണ് വരുന്നത്? സിക്കകത്തും C1നകത്ത് വരുന്നത് ബയോളജിക്കൽസ് ആണ് അല്ലെ. സോ സിയും C1ഉം ബയോളജിക്കൽസ് ആണ്. അപ്പൊ ബയോളജിക്കൽസും മാത്രം അവിടെ നമ്പർ ഷെഡ്യൂൾ എക്സ് വരുന്നില്ല. ഷെഡ്യൂൾ എക്സ് എന്ന് പറയുന്നത് എന്താ? സൈക്കോട്രോപിക് ഏജൻസ് വരുന്നില്ല. അതാണ് ഫോം നമ്പർ 9 ഉദ്ദേശിക്കുന്നത്. സിയും C1ഉം ആണ് അണ്ടർടേക്കിംഗ് അക്കമ്പനിയിങ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫോം നമ്പർ 11, ലൈസൻസ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ഓഫ് എക്സാമിനേഷൻ, ടെസ്റ്റ് ഓർ അനാലിസിസ് while the application for this license is made in form number 12. രണ്ടും രണ്ടാണ്. 11 നോക്കിക്കേ, ഫോം നമ്പർ 11 ചെറിയ ക്വാണ്ടിറ്റി ടെസ്റ്റിനും അനാലിസിസിനും ഒക്കെ വേണ്ടിയിട്ട്, ഫോർ ടെസ്റ്റ് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലൈസൻസ് ആണ് ഫോം നമ്പർ 11. ലൈസൻസ് ആണ് ഫോം നമ്പർ 11. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ഫോം നമ്പർ 12-നാണ്. അത് തമ്മിൽ തിരിഞ്ഞു പോവാൻ പാടില്ല. ഫോം നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. ഫോം നമ്പർ 11 എന്ന് പറയുന്നത്, ഫോം നമ്പർ 11 എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റിക്ക് വേണ്ടുന്ന ലൈസൻസും ഫോം നമ്പർ 12 എന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും. ഓക്കെ, സോ ഫോം നമ്പർ 11 ആണ് ഞാൻ പറയുന്നത്. സോ ലൈസൻസ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ഫോർ എക്സാമിനേഷൻ, ടെസ്റ്റ് ആൻഡ് അനാലിസിസ് വൈൽ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോർ ദിസ് ലൈസൻസ് ഈസ് മെയ്ഡ് ഇൻ ഫോം നമ്പർ 12. ഓക്കെ, ഇത് പഠിച്ചോണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നുപോകും. നെക്സ്റ്റ് ഫോം നമ്പർ 11A, ലൈസൻസ് ടു ഇമ്പോർട്ട് ഡ്രഗ്സ് ബൈ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓട്ടോണോമസ് ഹോസ്പിറ്റലിനോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോ. ഞാൻ ആ വായിച്ച സെന്റൻസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് എല്ലാവർക്കും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഡ്രഗ് എടുക്കുവാനുള്ള അതോറിറ്റി ഇല്ല. ടെസ്റ്റിനും അനാലിസിസിനും ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഒരു പുതിയ ഡ്രഗ് ഇമ്പോർട്ടിന് അതോറിറ്റി ഓട്ടോണോമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് ഹോസ്പിറ്റലിനും മാത്രമേ ഉള്ളൂ. അപ്പം അവര് കൊടുക്കുന്ന റിക്വസ്റ്റ് ഫോം ആണ് ഫോം നമ്പർ 12A. വൈൽ അവരുടെ പെർമിഷൻ ഇഷ്യൂ ചെയ്യുന്നത് 12B-യിലായിരിക്കും. ഓക്കെ, സോ ലൈസൻസ് ടു ഇമ്പോർട്ട് ഡ്രഗ്സ് ബൈ എ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓട്ടോണോമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് 11A. while this application for this is made in form number 12AA. അപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് 12AA ആൻഡ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത് 12A ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഓട്ടോണോമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു പുതിയ ന്യൂ ഡ്രഗ് ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോം 12AA, അവർക്ക് കിട്ടുന്ന ലൈസൻസ് 11A. ഓക്കെ, നെക്സ്റ്റ് ഇനി 12A എന്താന്ന് നോക്കാം. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ ഫോർ പെർമിറ്റ് ടു ഇമ്പോർട്ട് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡ്രഗ് ഫോർ പേഴ്സണൽ യൂസ് വൈൽ പെർമിറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 12B. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആപ്ലിക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 12A-യിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. 12B-യിൽ കൂടെയാണ് നമുക്ക് പെർമിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഏറ്റവും ആദ്യത്തെ മെമ്മോറാൻഡം ആണ്. മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. ഫസ്റ്റ് ഫോം നമ്പർ 2 എന്ന് പറയുന്നത് അതിന് മറുപടി ആയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഫോർ ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് അങ്ങനെ ഓർത്ത് വെക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി 8-നകത്ത് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റ് ഷെഡ്യൂൾ എക്സ്, 8A-ക്കകത്ത് ഇൻക്ലൂഡിംഗ് ഷെഡ്യൂൾ എക്സ്. ഓക്കെ, 8A-ക്കകത്ത്. ഇനി ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഫോം നമ്പർ 10 ഇൻക്ലൂഡിംഗ് ഷെഡ്യൂൾ എക്സ് ആകുമ്പോഴത്തേക്കും 10A. ഷെഡ്യൂൾ നമ്പർ 9 പറയുന്നത് സിയും C1 അത് ബയോളജിക്കൽസ് ഇൻക്ലൂഡഡ് ആണ്.
എന്നാൽ സൈക്കോട്രോപിക് ഏജൻസ് ഇൻക്ലൂഡ് അല്ല. അതാണ് ഫോം നമ്പർ 9 പറയുന്നത്. ഫോം നമ്പർ 11 പറയുന്നത് 11, 12 ഒക്കെ വരുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് ആലോചിക്കണം കേട്ടോ. 11 എന്ന് പറയുമ്പോഴേ സ്മോൾ ക്വാണ്ടിറ്റി ആലോചിക്കാം. 11 പറയുന്നത് ഇറ്റ് ഈസ് ദ ലൈസൻസ്. 11 പറയുന്നത് ലൈസൻസ്. നമുക്ക് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ഫോർ ടെസ്റ്റ് അനാലിസിസ് വേണ്ടുന്ന ലൈസൻസ് ആണ് 11. എന്തോ ഒരു മിനിറ്റ്, ഈ 9 ഇല്ലേ, ആപ്ലിക്കേഷൻ ആണോ ലൈസൻസ് ആണോ? മനസ്സിലായില്ല. C1 നോട്ട് അല്ലേ പറഞ്ഞു? ആപ്ലിക്കേഷൻ അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ലൈസൻസ് ഏതാ? ബയോളജിക്കൽ താഴെ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഫോം നമ്പർ 21 ആണോ? ഫോം നമ്പർ 21. ഫോം നമ്പർ 21 ഷെഡ്യൂൾ C ആൻഡ് C1 വേണ്ടിയിട്ടുള്ള ലൈസൻസ് നമുക്ക് കിട്ടുന്നത് ഫോം നമ്പർ 21 ആണ്. 21, 21A അതൊക്കെയാണ് നമുക്ക് തിരിച്ച് ലൈസൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതിപ്പോ ഈ ഫോം നമ്പർ 9 നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഇപ്പം ഷെഡ്യൂള് എക്സ് കൊടുക്കുന്നതിന്റെ സൈക്കോട്രോപിക് ആയിട്ടുള്ള ഒരു ഏജന്റിന്റെ കൂടെ ഷെഡ്യൂൾ സിയും C1 കൂടെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫോം നമ്പർ 8A ഫോം നമ്പർ 9 കൂടെ ഒരുമിച്ച് കൊടുത്താൽ മതി. മനസ്സിലായോ? അങ്ങനെയാ തിരിച്ച് നമുക്ക് കിട്ടുന്ന ലൈസൻസ് ഫോം നമ്പർ 20 അവർ തിരിച്ച് നമുക്ക് ലൈസൻസ് തരുന്നത് 21. അത് ഇനി വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. സോ അപ്പൊ നമ്മളിപ്പോ എവിടെ വരെ എത്തി? 9 നമ്മൾ പറഞ്ഞു, C1 ഒക്കെ. 11 എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്മോൾ ക്വാണ്ടിറ്റീസ്. 11 വരുമ്പോ ആലോചിക്കണം നമ്മള്. 11 എന്ന് പറയുന്നത് ലിസ്റ്റ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ഓഫ് എക്സാമിനേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ്, ദാറ്റ് ഈസ് ഫോം നമ്പർ 11. അതിന്റെ ലൈസൻസ് നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? ലൈസൻസ് ആണ് 11. ആപ്ലിക്കേഷൻ ഫോം ആണ് 12. 11A എന്ന് പറയുന്നത് എന്താ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ഓട്ടോണോമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈസൻസ്. അതിന്റെ ആപ്ലിക്കേഷൻ ഫോം ആണ് 12AA. ഇനി ഒരാള് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ 12A അതിന്റെ ലൈസൻസ് കിട്ടുന്നത് 12B ആയിരിക്കും. ഇനി 13A എന്താന്ന് നോക്കാം. 13 ഫോം നമ്പർ 13 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ബൈ ഗവൺമെന്റ് അനലിസ്റ്റ്. ഓക്കെ, അണ്ടർ സെക്ഷൻ 21 ഓഫ് DCA 1940. ഇത്രയേ ഉള്ളൂ. ഒരു ഗവൺമെന്റ് അനലിസ്റ്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരികയാണ്. നമ്മൾ കൊടുത്ത ഒരു ടെസ്റ്റിന്റെ ഒരു റിസൾട്ട് തരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ബൈ ദ ഗവൺമെന്റ് അനലിസ്റ്റ് നമുക്ക് തരുന്നതാണ് ഫോം നമ്പർ 13. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ 25 എന്ന് പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 25 എന്താണ്? സെക്ഷൻ 25 അറിയോ? സെക്ഷൻ 25 ഈ ബയോളജിക്കൽസിന്റെ മാനുഫാക്ചറിങ് കാറ്റഗറിയാണ് സെക്ഷൻ 25 വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഒരു ഡ്രഗ് നമ്മളൊരു പർട്ടിക്കുലർ ഫോമിലായിരിക്കും അങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതായത് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അവർ നമുക്ക് തിരിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് തരുന്നതാണ് നമുക്ക് ഫോം നമ്പർ 13 അകത്ത്. മനസ്സിലായോ? സോ 13 is പറഞ്ഞോ? മനസ്സിലായി. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ. നമ്മളിത് 2-3 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. സോ 13 13A നമുക്കറിയണം. അപ്പം ഒരെണ്ണം 25 ഒരെണ്ണം 35H ആണ്. സോ അണ്ടർ സെക്ഷൻ 25 പറയുന്നത് എന്താണ്? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിന്ന് നമ്മളൊരു സാധനം, ഒരു എന്താ പറയാ, സാമ്പിള്, ഒരു കോസ്മെറ്റിക് നമ്മൾ ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഇൻസ്പെക്ടർ അവരൊരു റിസൾട്ട് നമുക്ക് തിരിച്ചു തരുന്നതാണ് സെക്ഷൻ 25 പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട് ഓഫ് ഗവൺമെന്റ് അനലിസ്റ്റ് ആണ് സെക്ഷൻ 25 ദ ഗവൺമെന്റ് അനലിസ്റ്റ് ടു ഹും എ സാമ്പിൾ ഓഫ് എനി ഡ്രഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഹാസ് ബീൻ സബ്മിറ്റഡ് ഫോർ ടെസ്റ്റ്
അല്ലെങ്കിൽ അനാലിസിസ് അണ്ടർ subsection of section 23 shall deliver to the inspector submitting it a signed report in a triplicate in the prescribed form. അതാണ് 25(1). സെക്ഷൻ 25 പറയുന്ന അത്രേ ഉള്ളൂ. നമ്മളൊരു സാമ്പിൾ കൊടുക്കുന്നു, അയാൾ തിരിച്ച് നമുക്കത് ഒരു റിപ്പോർട്ടായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോം നമ്പർ 13 നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 13A പറയുന്നത് എന്താണ്? 13A പറയുന്നത് എന്താണ്? സെയിം തന്നെ, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ തന്നെയാണ് നമ്മൾ കൊടുത്ത അതേ ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ബൈ നമുക്ക് എന്താ പറയാ, നമ്മൾ അനാലിസിസിന് വേണ്ടി കൊടുത്ത ഒരു സാമ്പിള് അതിന്റെ റിസൾട്ട് നമുക്ക് തരുന്നതാണ്. പക്ഷെ 33A എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് കൂടുതലായിട്ട് സിദ്ധ, യുനാനി അങ്ങനെയുള്ള ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ടല്ലോ, അവരെയാണ് പൊതുവായിട്ട് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യാതെ മാനുഫാക്ചറിങ് ആയുർവേദിക്, സിദ്ധ, യുനാനി പോലെയുള്ള ഡ്രഗുകളുടെ റിസൾട്ട് ആയിരിക്കും സെക്ഷൻ 13A നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് ഫോം ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് 14A, application for test അല്ലെങ്കിൽ analysis of a drug from purchaser under section 26 of DCA 1940 and the certificate of the same will be issued in 14B. അപ്പൊ 14A ആണ് പറയുന്നത്. ഓക്കെ, 14A നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് ഫോം നമ്പർ 14A കിട്ടുന്നത് ആപ്ലിക്കേഷൻ ഫോം ആണ്. ഓക്കെ, 14B നമുക്ക് കിട്ടുന്നത് അതിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, സെക്ഷൻ 26 ആണ്. സെക്ഷൻ 26 ഓഫ് നമ്മുടെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ സെക്ഷൻ 26 14A വരുന്നത്. ഓക്കെ, സെക്ഷൻ 26. So next is 14B. Next is 15. Next is 15. It is order given by inspector requiring a person not to dispose of any stock in his possession. അതായത് ഫോം നമ്പർ 15 നമ്മൾ ഒരു എന്താ പറയുക, ഒരു കട നടത്തുന്ന അല്ലെങ്കിൽ ഒരു പേഴ്സണ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കൈവശമുള്ള ഒരു സാധനവും നശിപ്പിക്കാൻ പാടില്ല, അയാളുടെ കയ്യിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റോക്കും അയാൾ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ ഫോം കൊടുക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം 13 ആണ് പറഞ്ഞത്. 13 അലോപ്പതിക് സിസ്റ്റത്തിന്റെ അകത്തുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ അനാലിസിന്റെ റിസൾട്ട്. 13A നമുക്ക് ആയുർവേദ, സിദ്ധ, യുനാനി പോലെയുള്ള ന്യൂവർ ആയിട്ടുള്ള ഡ്രഗിന്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് 13A നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുന്നത്. 14A എന്ന് പറയുന്നത് കോസ്മെറ്റിക് കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ആണ്. 26 അകത്ത് നമുക്ക് വരുന്നത് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് 14B കിട്ടുന്നത്. ഇനി ഫോം നമ്പർ 15 പറയുന്നത് എന്താണ്? ഒരാള് അയാളുടെ കൈവശമുള്ള ഒരു സ്റ്റോക്കും ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് 16. Receipt for seized stock of drug അല്ലെങ്കിൽ കോസ്മെറ്റിക് അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഇതിന്റെ സീസ് ചെയ്തിട്ടുള്ള ഇപ്പൊ കടയൊക്കെ നമ്മളിപ്പം കയറുന്നു, നാർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗുകൾ ഒരുപാടുണ്ട്, അതിന്റെ സ്റ്റോക്ക് പ്രോപ്പർ അല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിനെ സീൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒരു റെസീപ്റ്റ് നമുക്ക് തരും. ആ റെസീപ്റ്റ് തരുന്നതാണ് ഫോം നമ്പർ 16 എന്ന് പറയുന്നത്. റെസീപ്റ്റ് ഫോർ സീസ്ഡ് സ്റ്റോക്ക് ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റെക്കോർഡ് രജിസ്റ്റർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ. ഓക്കെ, ഇനി 17 എന്താണ്? ഇന്റിമേഷൻ ടു പേഴ്സൺ ഫോർ ടേക്കിംഗ് സാമ്പിൾ. അപ്പൊ 17 ഫോം നമ്പർ 17 പറയുന്നത് അയാൾക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അതായത് വി ആർ ചൂസിങ് എ സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഒരു സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് എന്നുള്ളൊരു ഇന്റിമേഷൻ കൊടുക്കുന്നതാണ് 17. 17A എന്താണ്? റെസീപ്റ്റ് ഫോർ സാമ്പിൾസ് ഓഫ് ഡ്രഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ടേക്കൺ വെയർ ഫെയർ പ്രൈസ് ഈസ് ടെൻഡേർഡ്. അപ്പൊ 17 നമ്മൾ അയാൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു
ഫോം കൊടുത്തിട്ട് അയാളോട് പറയുകയാണ് നിങ്ങളുടെ കൈവശമുള്ള സാമ്പിൾ നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുകയാണ് എന്ന് അയാൾക്ക് ഒരു ഇന്റിമേഷൻ കൊടുക്കുന്നതാണ് ഫോം നമ്പർ 17. 17A വരുന്നത് എന്താണ്? അതിന്റെ റെസീപ്റ്റ്. റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസീപ്റ്റ് എന്തിനാ കൊടുക്കുന്നത്? ആ സാമ്പിള് എടുത്തു കഴിഞ്ഞു, അപ്പം എടുക്കുകയാണ്, അതിന്റെ എടുത്തു കഴിയുമ്പോഴാണ് വി വിൽ ഗിവ് ദ റെസീപ്റ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് ഡ്രഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്. അവിടെ ഫെയർ പ്രൈസസ് അതിന് ആവശ്യമായിട്ടൊരു പ്രൈസ് ഉണ്ടാകും അല്ലെ? ഇപ്പൊ ചുമ്മാ ഒരു സാമ്പിൾ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് മേ ബി കോസ്റ്റ്ലി, ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും അത് കോസ്റ്റ്ലിയും ആയിരിക്കും. Then next one, 18A. It is the memorandum to be sent by drug inspector to government analyst for the purpose of analysis of seized formulation. അപ്പൊ നമ്മൾ പറഞ്ഞു ഫോം നമ്പർ 15 കൊടുത്തുകൊണ്ട് അയാളോട് ആ സ്റ്റോക്ക് നശിപ്പിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു. ഫോം നമ്പർ 16 കൊടുത്തുകൊണ്ട് അയാളുടെ കൈവശമുള്ള സ്റ്റോക്ക് നമ്മൾ സീസ് ചെയ്യുന്നതിന്റെ ഫോം കൊടുത്തു. ഫോം നമ്പർ 17 നമ്മൾ പറയുന്നു നിങ്ങളുടെ കൈവശമുള്ള സാമ്പിളിൽ നിന്ന് ഞങ്ങൾ ടെസ്റ്റിന് വേണ്ടി കുറച്ച് എടുക്കുമെന്ന് പറയുന്നത് 17. 17A പറയുന്നത് ആ സാമ്പിളിൽ കുറച്ച് എടുത്തു എന്നുള്ളതിന് റെസീപ്റ്റ്. ഇനി 18 എന്ന് പറയുന്നത് ഡ്രഗ് ഇൻസ്പെക്ടർ ഡ്രഗ് അനലിസ്റ്റിന് കൊടുക്കുന്ന ഫോമാണ്. അതൊരു മെമ്മോറാൻഡം ആണ്. അതായത് ഈ സീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്സ്റ്റൻസിൽ നിന്ന് കുറച്ച് നമുക്ക് എന്ത് വേണം? സീസ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിൽ നിന്ന് കുറച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരണം എന്നുള്ള ഒരു മെമ്മോറാൻഡം. അല്ലെങ്കിൽ മെമ്മോറാൻഡം എന്താന്ന് ഞാൻ പറഞ്ഞു അല്ലെ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. സോ ഇറ്റ് ഈസ് ദ മെമ്മോറാൻഡം ടു ബി സെൻഡ് ബൈ ഡ്രഗ് ഇൻസ്പെക്ടർ ടു ദ ഗവൺമെന്റ് അനലിസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അനാലിസിസ് ഓഫ് സീസ്ഡ് ഫോർമുലേഷൻ. ഓക്കെ. ഇനി 19 എന്താണ്? ആപ്ലിക്കേഷൻ for grant അല്ലെങ്കിൽ renewal of a license to sell, stock, exhibition അല്ലെങ്കിൽ distribute other than Schedule X. 19 പറയുന്നത് ഷെഡ്യൂൾ എക്സ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡ്രഗുകള് സ്റ്റോക്ക് ചെയ്യാനും സെല് ചെയ്യാനും പ്രദർശിപ്പിക്കുവാനുമുള്ള അനുമതിയും റീന്യൂവലും. ഒന്നെങ്കിൽ റീന്യൂവൽ ആകാം അല്ലെങ്കിൽ അനുമതിയാകാം. ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് റീന്യൂവൽ. അപ്പം ആപ്ലിക്കേഷൻ ഫോം ആണ് ഫോം നമ്പർ 19. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഷെഡ്യൂൾ എക്സ് ഒഴികെയുള്ള ബാക്കിയുള്ള അതർ ദാൻ ഷെഡ്യൂൾ എക്സ് എന്നാ പറയാ. ഷെഡ്യൂൾ എക്സ് ഇല്ലാതെ ബാക്കിയുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. ഇപ്പൊ നമ്മളൊരു ഫാർമസി തുടങ്ങാം, അവിടെ നമുക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കാം. പക്ഷെ നാർക്കോട്ടിക് ഡ്രഗ് വേണ്ട എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോം നമ്പർ ഫോം നമ്പർ 19. ഫോം നമ്പർ 19A കൊടുക്കുന്ന എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ ദ ഗ്രാൻഡ് അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് എ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് to sell, stock, exhibit അല്ലെങ്കിൽ redistribute drugs by retail by dealer who does not engage qualified person. അതായത് 19A എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മെഡിസിൻ ഹാൻഡിൽ ചെയ്യുന്ന അടുത്ത് അവിടെ ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് അല്ലെങ്കിൽ റീന്യൂവൽ ഓഫ് എ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് to sell, stock, exhibit അല്ലെങ്കിൽ distribute drugs by retail by dealer who does not engage qualified person. അവിടെ ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളാണ് എന്താ പറയുക ഇതിനെ മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ അയാൾ കൊടുക്കേണ്ട ലൈസൻസ് ആണ് ഫോം നമ്പർ 19A. കാരണം അവിടെ നാർക്കോട്ടിക് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല, ഷെഡ്യൂൾ എക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ എക്സിന്റെ ഡ്രഗുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാൾക്ക് നിൽക്കാൻ പാടില്ല. ഒരു ലൈസൻസ് അല്ലാത്ത അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾ നിൽക്കുമ്പോൾ അവിടെ ഫോം നമ്പർ 19A കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫോം നമ്പർ 20A അതിനുള്ള ലൈസൻസ് നമുക്ക് തിരികെ തരുന്നത്. ഇനി ഫോം നമ്പർ 19AA എന്താണ്?
application for grant or renewal of a license to sell, stock, exhibit അല്ലെങ്കിൽ distribute drug from a motor vehicle. അപ്പൊ നമ്മൾ അറിയാം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന സമയം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഈ പറയുന്ന പോലെ ഡ്രഗ് കൊണ്ടുപോകുന്ന കേസ് നമുക്കറിയാം. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എടുത്തു വെക്കേണ്ട ലൈസൻസ് ആണ് 19A മോട്ടോർ വെഹിക്കിളിൽ കൊണ്ടുപോകുമ്പോൾ. ഓക്കെ, സോ 19A എന്നുള്ളത് കൺസിഡർ ചെയ്യുക. സോ രണ്ട് ഓക്കെ, സോ ഫോം നമ്പർ 19AA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആരോഗ്യം AA. ഇപ്പം ഒരു കാരിയർ ഇല്ലാതെ ഒരു വണ്ടി ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അപ്പം ആ കാരിയർ തന്നെ ആലോചിക്കാം. മുമ്പിൽ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ഒരു പോർഷനും ഉണ്ട്, ബാക്കിൽ ഇതെല്ലാം കൂടെ ക്യാരി ചെയ്യുന്ന ഒരു റീജിയനും ഉണ്ട്. സോ AA എന്ന് പറയുമ്പോൾ തന്നെ മോട്ടോർ വെഹിക്കിളിൽ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അതിന്റെ ഇഷ്യൂ നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. 20BB ആയിട്ടാണ് തിരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ ലൈസൻസ് ഇഷ്യൂഡ് 20BB. ഓക്കെ, ഇനി 19B എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ ഗ്രാന്റ് അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് എ ലൈസൻസ് ടു സെൽ, സ്റ്റോക്ക്, എക്സിബിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ഹോമിയോപ്പതിക് മെഡിസിൻ. ഹോമിയോപ്പതി മെഡിസിൻസ് നമുക്ക് ഗ്രാന്റ് ചെയ്യാനും റിന്യൂവൽ ചെയ്യാനും സ്റ്റോക്ക് ചെയ്യാനും ഒക്കെയുള്ള ലൈസൻസ് ഫോം ആണ് 19B. അതിന്റെ ലൈസൻസ് റീറ്റെയിലിൽ കിട്ടുന്നത് ഫോം നമ്പർ 20C, ഹോൾസെയിലിൽ കിട്ടുന്നത് ഫോം നമ്പർ 20D. ഓക്കെ, സോ ദ സർട്ടിഫിക്കറ്റ് ഫോർ റിന്യൂവൽ ഓഫ് ലൈസൻസ് ഈസ് 20E. മനസ്സിലാക്കുക, 19Bയിലാണ് നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, 19B. ഓക്കെ, അതിന്റെ ലൈസൻസ് കിട്ടുന്നത് 20C റീറ്റെയില്, 20D ആണ് ഹോൾസെയിൽ കിട്ടുന്നത്, അതിന്റെ റീന്യൂവൽ ആണ് 20E. മനസ്സിലായല്ലോ? Then application for grant അല്ലെങ്കിൽ renewal of a license to sell, stock, exhibit അല്ലെങ്കിൽ distribute schedule X drug. Okay, so application for grant അല്ലെങ്കിൽ renewal of a license to sell, stock, exhibit അല്ലെങ്കിൽ distribute schedule X drug. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 20B വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഷെഡ്യൂൾ എക്സ് ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാ. ഇനി ഷെഡ്യൂൾ എക്സ് ഉള്ള ഒരു കാര്യത്തെ പറ്റി പറയാം. ഷെഡ്യൂൾ എക്സ് ഉള്ളത് 20Cയിലാണ്. അവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് ഷെഡ്യൂൾ എക്സ്. അതിന്റെ റീറ്റെയിലിലെ ഫോം ആണ് 20F, അതിന്റെ ഹോൾസെയിലാണ് ഫോം നമ്പർ 20G. ഓക്കെ, ലൈസൻസ് ഫോർ ദ സെയിം ബൈ ഹോൾസെയിൽ ആണ് 20G, റീറ്റെയിൽ ആണ് 20F. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഫോമിന്റെ ഫോട്ടോസ് ഇട്ട് തരാം. ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. ഞാൻ ലാസ്റ്റിലേക്ക് ഇത് എടുത്തത് തന്നെ നമ്മൾ ആദ്യ സമയത്ത് പഠിച്ചു വെച്ചാൽ ഇത് ഓർത്തിരിക്കാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒരു അപ് ടു 50 വരെ ഉണ്ട്. ഫോം നമ്പർ 50 വരെ പഠിക്കാനുണ്ട്. ഇന്ന് ഒരു പേജ് പഠിക്കാം, നാളെ ഈവനിങ് ഒരു പേജ് പഠിക്കാം, അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ എവിടെത്തി, 20 അല്ല, ഫോം നമ്പർ 20 എത്തിയിരിക്കുന്നു. 20ക്കകത്ത് എന്താണ്, സെൽ, സ്റ്റോക്ക് ആൻഡ് എക്സിബിറ്റ് അതർ ദാൻ C1 ആൻഡ് X by റീറ്റെയിൽ ആണ് ഫോം നമ്പർ 20യിൽ പറഞ്ഞിരിക്കുന്നത്. 20Bയിൽ എന്താണ്, ലൈസൻസ് ഫോർ സെൽ, സ്റ്റോക്ക്, എക്സിബിറ്റ് ഹോൾസെയിൽ ആയിട്ട് ഷെഡ്യൂൾ Cയും C1ഉം Xും ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ലൈസൻസ് മേടിക്കാൻ പറ്റുന്ന 20B, റീറ്റെയിൽ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഫോം നമ്പർ 20. ദെൻ ഫോം നമ്പർ 21 എന്താണ്, ലൈസൻസ് ടു സെൽ, സ്റ്റോക്ക്, എക്സിബിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ബൈ റീറ്റെയിൽ ഷെഡ്യൂൾ. Cയും C1 ഡ്രഗിന്റെ റീറ്റെയിൽ ഷെഡ്യൂൾ ആണ് 21 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 21A എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ടു സെൽ, സ്റ്റോക്ക്, എക്സിബിറ്റ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ട് ബൈ റീറ്റെയിൽ ഷെഡ്യൂൾ C1 drugs for dealers not engaging service of qualified person. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ഫോം നമ്പർ
19A പറഞ്ഞപ്പോൾ നമ്മളൊരു ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുള്ളപ്പോൾ നമ്മൾ എടുക്കുന്നതാണ് 19A. അതിന് ലൈസൻസ് 20A കിട്ടും. അതേപോലെ 21A ആണ് സിയും C1ഉം ഒക്കെ ഡീൽ ചെയ്യുന്നിടത്ത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ നിർത്തുന്നുണ്ട് എന്ന് നിർദ്ദേശിക്കുന്നതാണ് 21A. 21B എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിൽ ആയിട്ട് അവരെ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് 21B. 21BB എന്താണ്? License to sell by wholesale or to distribute drugs specified in Schedule C and C1 from a motor vehicle. അപ്പൊ ഞാൻ 19A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതർ ദാൻ ഷെഡ്യൂൾ എക്സ് ആയിട്ടുള്ള സാധനങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഉപയോഗിക്കുന്നതിനെയാണ് 19AA. ഇനി സിയും C1ഉം ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനത്തിന് മോട്ടോർ വെഹിക്കിൾ കൊണ്ടുപോകാനുള്ള ഫോമാണ് 21BB. നെക്സ്റ്റ് 21C ഞാൻ പറഞ്ഞു തരാം. 21C റിന്യൂവൽ ഓഫ് സർട്ടിഫിക്കറ്റ് ടു സെൽ സ്റ്റോക്ക് എക്സിബിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്. അതാണ് 21C. റിന്യൂവൽ ആണ് 21C. ദെൻ ഹോൾസെയിൽ ആയിട്ട് മോട്ടോർ വെഹിക്കിളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ റിന്യൂവൽ ആണ് 21CC. 24 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് ഓർ റിന്യൂവൽ ഓഫ് മാനുഫാക്ചറിംഗ് ലൈസൻസ് ഫോർ ഡ്രഗ് അതർ ദാൻ ഷെഡ്യൂൾ C, C1 ആൻഡ് X. അതിന്റെ റിന്യൂവൽ ഫോർ മാനുഫാക്ചറിംഗ് ലൈസൻസ് ആണ് 24. ലൈസൻസ് ഫോർ മാനുഫാക്ചർ ഓഫ് ദിസ് കാറ്റഗറി ലൈസൻസ് കൊടുക്കുന്നത് ഫോം നമ്പർ 25. ഫോം നമ്പർ 24 is the application അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് മാനുഫാക്ചറിംഗ് ലൈസൻസ്. നെക്സ്റ്റ് 24A. ആപ്ലിക്കേഷൻ ഫോർ grant or renewal of a loan license to manufacture drugs other than Schedule C and C1 and X. The loan license കിട്ടുന്നത് ഫോം നമ്പർ 25A. ഓക്കെ, ഇത്രയുമാണ് ആദ്യത്തെ 24 ഫോമുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിന്റെ ഫോട്ടോ ഇപ്പൊ തന്നെ ഇട്ടുതരാം. മുഴുവനും കൂടെ പഠിച്ചാൽ കൺഫ്യൂസ്ഡ് ആവും. ഇത് തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഒരു ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് എഴുതുക, ഇന്ന് തന്നെ പഠിക്കുക. നാളെ ഞാൻ ബാക്കിയുള്ള ഫോംസ് പറഞ്ഞു തരാം. അത് നാളെ തന്നെ അവനവൻ്റെതായിട്ടുള്ള ക്ലൂ ഒക്കെ ഇട്ടിട്ട് ഇരുന്ന് നാളെ തന്നെ പഠിക്കുക കേട്ടോ. ഫോംസ് ഷെഡ്യൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഫോംസിന്റെ അകത്ത് കുറച്ച് കൂടുതലുണ്ട്. എല്ലാ ദിവസവും ഒരു 1 hour എടുത്തിട്ട് നമുക്ക് ഈ ഫോം പഠിക്കണം. പിന്നെ എവിടേക്കാണ് ഓരോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്തിനകത്ത് പഠിക്കണം? ടൂറിസ്റ്റിന്റെ അകത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ഫോം അവിടെ നിൽക്കട്ടെ. ഫോം അപ്പം ഒരു പേജ് പഠിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഫോട്ടോ ഇട്ട് തരാം. ദെൻ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ആണ്. എന്താ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് പറയുന്നത്? ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പരസ്യങ്ങൾ ഒരുപാട് കാണാറുണ്ട്. അപ്പം ആ പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാൻ പാടില്ല ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അപ്പം ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിന് കുറച്ച് നിബന്ധനകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടും. സോ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് ഓഫ് 1954 ഞാൻ വായിക്കാൻ പോകുന്നത്. So advertisement is a media through which the manufacturer introduce his product in the market. അപ്പം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മീഡിയം where the manufacturer അയാളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഇന്ത്യയുടെ in today's era അഡ്വർടൈസ്മെന്റ് ഇന്ത്യ എന്നല്ല ലോകമെമ്പാടും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ? നമുക്ക് അറിയാത്ത ഒരു കാര്യം പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ അഡ്വർടൈസ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സെയിൽ ഓഫ് എനി ഐറ്റം ഇൻക്ലൂഡിംഗ് ഡ്രഗ്. സോ വേരിയസ് അഡ്വർടൈസ്മെന്റ് ലൈക്ക് ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ജേർണൽ, മാഗസിന് മുതലായവ എല്ലാം തന്നെ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഉള്ള മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. The fundamental difference between advertisement of consumer good and that of drug is that the drugs are not directly advertised to consumers but are addressed to doctor, pharmacist and nurses so that the potential hazards of
self-medication can be avoided. Hence, the control of the advertisement relating to the drug and medicine is important. ഇത് നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ അതിന് വേണ്ടി പറഞ്ഞു പോകാത്ത. അപ്പൊ അഡ്വർടൈസ്മെന്റ് നമുക്കറിയാം, പത്രമായിക്കോട്ടെ, TV ആയിക്കോട്ടെ, ലീഫ്ലെറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിന്റെ മെയിൻ പർപ്പസ് എന്താ? കൺസ്യൂമേഴ്സിന് ഒരു അവബോധം കൊടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ഇറക്കുന്നത്. പക്ഷെ ഡ്രഗ് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പേഷ്യന്റ് അല്ലെങ്കിൽ ആളുകള് സെൽഫ് മെഡിക്കേഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകളിലാണ് നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. കാരണം അവർക്കറിയാം അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്. സോ ഡോക്ടേഴ്സിനും നഴ്സിനും ഫാർമസിസ്റ്റിനും കൊടുക്കുന്നത് പോലെ അല്ല നമ്മൾ സാധാ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ നീഡ് ഫോർ കൺട്രോൾ അല്ലെ. എന്തും പരസ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ വളരെ വ്യാപകമായിട്ട് വിറ്റു പോവുകയും അത് ആളുകളിൽ ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇന്ത്യൻ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ റൂറൽ ഏരിയാസ്, അത് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകൾക്ക് അന്ധവിശ്വാസം കാര്യമായിട്ടുണ്ട് അല്ലെ. ഇപ്പം അവരെല്ലാവരും വിശ്വസിക്കുന്ന എന്താണ്? എന്തോ ഒരു മിറാക്കുലസ് പവർ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാജിക് ഒറ്റമുട്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം എന്റെ മോളെ ഉൾപ്പെടെ ഇപ്പം എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നാൽ ഉടനെ ഉഴിഞ്ഞിടുക എന്നൊരു കാര്യം ചെയ്യും. സോ ദേ തിങ്ക് ദാറ്റ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതോടെ കുഞ്ഞിൽ ദൃഷ്ടിദോഷം മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ അവരുടെ ഒരു ട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ആർക്കും ദോഷമില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ എസ്പെഷ്യലി റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ കൂടുതലായിട്ടും ഈ പറയുന്ന മിറാക്കുലസ് പവർ അല്ലെങ്കിൽ മാജിക് റെമഡീസ് ഒക്കെ കൂടുതലായിട്ടും എന്താണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ താലിസ്മാൻ, മന്ത്രാസ്, സീക്രട്ട് ത്രെഡ്സ്, കവചാസ് അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ആളുകൾക്ക് കുറച്ച് കൂടുതൽ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തടയാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. സോ ബോൺ സ്ട്രക്ചർ, ഡിവൈൻ ഭസ്മ, മന്ത്ര അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, മിറാക്കുലസ് പവേഴ്സ് ഉള്ള ഒരു സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? It should not be introduced, and most of the advertisements give a mislead information about the drug and makes false claim for the magic remedies. Hence, to prevent the misleading of the public, the Drug and Magic Remedies Act was acted on 30th April 1954. 30 April 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് വന്നത്. അപ്പൊ ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഈ താലിസ്മാൻ, മന്ത്ര, കവച, മാജിക്കൽ ത്രെഡ്, ഡിവൈൻ ഭസ്മ ഒക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ്. ഓക്കെ, സോ ഡ്രഗിനെ സംബന്ധിക്കുന്ന അഡ്വർടൈസ്മെന്റ് തടയാനായിട്ടാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഈ ഏപ്രിൽ 30, 1954 ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിന്റെ അകത്ത് അനാവശ്യ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കാനും, to prohibit certain kind of advertisement relating to magic remedies which make false claim, പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യാനും തെറ്റായ നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുവാനും സാധ്യതയുണ്ട്. Then advertisement include any notice, circular, label, wrapper, other document അല്ലെങ്കിൽ any അനൗൺസ്മെന്റുകൾ ഓറലി അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് ലൈറ്റോ സൗണ്ടോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അത് എല്ലാം എന്താ പറയാ ഈ പറയുന്ന ഡ്രഗിന്റെ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ തടയുന്നതായിരിക്കും. സോ അഡ്വർടൈസ്മെന്റ് ഇൻക്ലൂഡ് നോട്ടീസ്, സർക്കുലർ, ലേബൽ, റാപ്പർ. ഇപ്പം നമ്മളൊരു പെപ്സിയോ സ്പ്രൈറ്റോ ഒക്കെ വാങ്ങിച്ചാൽ അതിന്റെ മുകളിൽ തന്നെ അതിന്റെ പേരും കണ്ടന്റുകളും കുടിക്കുമ്പോൾ ഉള്ള എന്താ റിലീഫ്മെന്റ് എന്നൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അഡ്വർടൈസ്മെന്റ്. സോ drug, a drug includes a medicine for the internal and external use of human being അല്ലെങ്കിൽ animal. So drug എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ് for the internal and external use of human beings. Okay, internal ആയിട്ടും external ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് drug. Any substance which is used for the diagnosis, cure, mitigation, treatment and prevention
ഈ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്, അത് ഫുഡോ അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസോ ആയിരിക്കും. നമ്മൾ പറഞ്ഞ മോസ്കിറ്റോ റിപ്പല്ലന്റ് വരെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, യു ആർ യൂസിങ് ആസ് എ ഡ്രഗ്. സോ എനി ആർട്ടിക്കിൾ ഇന്റൻഡഡ് ഫോർ യൂസ് as component of any medicine substance അല്ലെങ്കിൽ article referred to in subclause A, B and C എന്നുകൊണ്ട് നമ്മൾ താഴെ പറയുന്നുണ്ട്. സോ talisman, mantra, kavaja അല്ലെങ്കിൽ any charm of any kind which is alleged to possess miraculous power for diagnosis, cure, mitigation ഒക്കെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മാജിക്കൽ റെമഡീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി taking part in the publication of any advertisement include ഒന്ന് printing of the advertisement, ആരാണ് അത് പ്രിന്റ് ചെയ്ത്, രണ്ട് publication of any advertisement outside the territories to which the act extend or at the instance of a person residing within the said territories. Then registered a medical practitioner, a person who board qualification granted by an authority specified or under section 3 of the Indian Medical Degree Act 1960 or specified in the schedules of Indian Medical Council Act 1956. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ്, അയാള് രജിസ്റ്റേർഡ് ആയിരിക്കണം അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആൻഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുമായിരിക്കണം. ദെൻ പ്രൊഹിബിറ്റഡ് അഡ്വർടൈസ്മെന്റ്, എത്തരം പരസ്യങ്ങളാണ് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത്. ഒന്ന് ഡ്രഗ്സ്, അതായത് മിസ്കാരേജ്, സ്ത്രീകളില് ഗർഭം അലസി പോകാൻ സാധ്യതയുള്ള ഡ്രഗ്, അതിന്റെ പ്രൊക്വയർമെന്റ്, അതിന്റെ മിസ്കാരേജിനെയൊക്കെ പറ്റി പറയുന്നത് അഡ്വർടൈസ്മെന്റ്സ്. ഇറ്റ് ഷുഡ് നോട്ട് ബി allowed. So the following class of advertisement are prohibited under this act. എന്തൊക്കെയാണെന്നാ പറയുന്നത്, advertisement related to drugs which are likely to use in the following ailment and condition. ഈ താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഉപയോഗിക്കാൻ പറയുന്നു എന്ന് പറയുന്ന ഒന്നും അനുവദിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം സ്ത്രീകളിൽ മിസ്കാരേജോ മിസ്കൺസെപ്ഷനോ വരും, പ്രൊക്വയർ ചെയ്യും എന്ന് പറയുന്നത്. രണ്ട്, സ്ത്രീകളിലെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് കറക്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. രണ്ട്, ഹ്യൂമൻ ബീയിങ്സില് സെക്ഷുവൽ പ്ലഷറിന് വേണ്ടുന്ന മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റോ, സെക്ഷുവൽ ഡിസയർ ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് പാടില്ല. ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാനോ മിറ്റിഗേഷൻ ചെയ്യാനോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ ക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് according to schedules. ഇപ്പൊ ഷെഡ്യൂൾ ജയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ലിസ്റ്റ് ഓഫ് ഡിസീസസ് വിച്ച് കനോട്ട് ബി ക്യൂർഡ് ബൈ മോഡേൺ ടെക്നോളജീസ് അല്ലെങ്കിൽ മെഡിസിൻസ്. അപ്പൊ അത്തരം സാധനങ്ങളെ പറ്റി മാറ്റി തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇറക്കാൻ പാടില്ല. ദെൻ അഡ്വർടൈസ്മെന്റ് വിച്ച് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഗീവ് false impression regarding the true character of the drug which make any false claims for it, otherwise false അല്ലെങ്കിൽ deceptive. അതായത് ഇപ്പൊ ഒരു പരസ്യം തരുവാണ്, ഈ പർട്ടിക്കുലർ ഡ്രഗ് ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം, അതിന് അങ്ങനെ ഒരു യൂസേ ഇല്ല, അതിന്റെ യൂസ് വേറെ തന്നെയാണ്, പക്ഷെ ഇവര് ക്ലെയിം ചെയ്യാണ് ഈ പർട്ടിക്കുലർ ഡ്രഗ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കും, അത് ചിലപ്പോൾ ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആയിരിക്കാം. അപ്പം അത്തരം ഫോൾസ് ഇംപ്രഷൻസ് കൊടുക്കാൻ പാടില്ല. ദെൻ മാജിക് റെമഡീസ് ക്ലെയിം ദർ എഫിഷ്യൻസി ഓഫ് എനി കണ്ടീഷൻസ് outlined by persons who purport to carry on the profession of administering magic remedies. അപ്പം ആരും വിദ്യാഭ്യാസം ഈ ഒരു മേഖലയിൽ എടുത്ത ആളുകൾ പോലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. Then advertisements whose import and export is prohibited. Okay, so import and export of all the above mentioned advertisement is prohibited. അപ്പം നമ്മൾ ഈ മേളിൽ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഗർഭധാരണം തടയാനോ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകാനോ മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാനോ മെൻസ്ട്രൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പറയുന്നതോ അല്ലെങ്കിൽ ഷെഡ്യൂൾസിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാറ്റി കൊടുക്കാമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഡ്രഗിന്റെയും ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മൾ അനുവദിക്കുന്നതല്ല. ആൻഡ് ഓൾ ദ ഡോക്യുമെന്റ്സ് containing such advertisements are deemed to be goods of which import and export has been prohibited under the Sea Custom Act 1878. അപ്പൊ അത് മനസ്സിലാക്കണം. Sea Custom Act എന്നാണ്? Sea Custom Act 1878 Sea Custom Act ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾക്ക്
ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇത്തരം സാധനങ്ങളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തടഞ്ഞിരിക്കുകയാണ്. The custom collector is empowered to detain such consignment and dispose it in accordance with the provisions of the Sea Custom Act 1878. According to Sea Custom Act, മേളിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പാടില്ലാത്ത പ്രോഡക്റ്റും ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പാടില്ല. Then entry, search and seizure. Subject to the provisions of any rules made in this behalf, any gazetted officer authorized by the state government may, അല്ലെങ്കിൽ within the local limit of the area for which he is authorized. അതായത് നമ്മൾ പറഞ്ഞു ഇനി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു ഗസറ്റഡ് ഓഫീസർക്ക് അതിലുള്ള അധികാരമുണ്ട്. Enter and search at all reasonable times with such assistance if any considered necessary, any place in which we have reason to believe that an offense under this act have been committed. അതായത് നമ്മൾ എവിടെയെങ്കിലും അയാൾക്ക് തോന്നുകയാണ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഉറപ്പായിട്ടും അവിടെ പോയി ഇൻസ്പെക്ഷൻ ചെയ്യാനും അയാളുടെ അസിസ്റ്റന്റിനെ ഉപയോഗിച്ചത് തടയാനും സാധിക്കും. ആൻഡ് അത്തരം അഡ്വർടൈസ്മെന്റുകളെ ഈ സീ കസ്റ്റം ആക്ടിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ചിട്ട് സീസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഓൾസോ വി ഹാസ് ദ പവർ ഓഫ് സീസിങ് എനി ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ കണ്ടെയ്നിങ് എനി സച്ച് അഡ്വർടൈസ്മെന്റ് ഇഫ് ദ അഡ്വർടൈസ്മെന്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം സച്ച് ഡോക്യുമെന്റ് ബിക്കോസ് ഓഫ് ബീങ് ഇംപ്രിന്റഡ് without altering its integrity, utility and saleable value. അപ്പം ഈവൻ അത് സീസ് ചെയ്താൽ തന്നെയും ഏതെങ്കിലും ആർട്ടിക്കിൾ ഈ അഡ്വർടൈസ്മെന്റിലുള്ള സാധനങ്ങൾ സീസ് ചെയ്താൽ തന്നെയും ദ അഡ്വർടൈസ്മെന്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം സച്ച് ഡോക്യുമെന്റ് ബിക്കോസ് ഓഫ് ബീങ് ഇംപ്രിന്റഡ് വിത്തൗട്ട് ഓൾട്ടറിംഗ്. ഇന്റഗ്രിറ്റിയും യൂട്ടിലിറ്റിയും ഒന്നും നശിപ്പിക്കാൻ പാടില്ല. അത് റെക്കോർഡ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, കൃത്യമായിട്ട് എത്ര മെറ്റീരിയൽസ് ഉണ്ട്, എവിടുന്നാണ് കണ്ടെത്തിയത്, എവിടുന്നാണ് സീസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ദെൻ ഈ അങ്ങനെ ഒരു സെർച്ചും ഒരു സീഷറും നടന്നാൽ അയാൾക്ക് എതിരെ ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യാം. ആ വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള എന്താ പറയാ അധികാരം എന്ന് പറയുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1898 1878 സീ കസ്റ്റം ആക്ടും 1898 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ ട്രാപ്പ് ചെയ്യുക. സോ വാറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1898 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ മജിസ്ട്രേറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് എനി സീഷർ and his order should be taken into custody of seized material. അവിടെ ഒരു മജിസ്ട്രേറ്റ് തരുന്നതായിരിക്കും. മജിസ്ട്രേറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് എനി സീഷർ. ഓക്കെ, അയാളുടെ മജിസ്ട്രേറ്റിനെ ഏത് രാത്രിയാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി വിളിച്ചറിയിക്കുകയും അയാളുടെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഓർഡർ കൈപ്പറ്റുകയും അനിവാര്യമാണ്. Then every person authorized for entry അല്ലെങ്കിൽ search under this act shall be deemed to be public servant with the meaning of section 21 of the IPC. IPC-യിൽ സെക്ഷൻ 21 അനുസരിച്ച് ഈ കയറി ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സെംപ്റ്റഡ് അഡ്വർടൈസ്മെന്റ്. അതായത് നമ്മൾക്ക് എന്താ പറയാ വെക്കാൻ പാടില്ലാത്ത അഡ്വർടൈസ്മെന്റ്, അതാണ് എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ്. അതോ ഇവരുടെ ഡിസ്പ്ലേ വരെ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ ആൻഡ് ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് എനി പ്രോഹിബിഷൻസ്. ഓക്കെ, സോ സൈൻ ബോർഡ് അല്ലെങ്കിൽ നോട്ടീസുകൾ ഉള്ളിടത്ത് displayed by the registered medical practitioners on their premises indicating treatment is undertaken for the disease അല്ലെങ്കിൽ disorder whose advertisements are prohibited. അതായത് ഇവ ചില ഡോക്ടേഴ്സ് ഇപ്പൊ വെക്കുകയാണ്, ഇപ്പം അവരുടെ വീടിന്റെ അടുത്ത് ഇന്ന അസുഖത്തിനുള്ള ചികിത്സയുണ്ട്, ഞാനാണ് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു അഡ്വർടൈസ്മെന്റ് വെക്കുകയാണ് എന്നിരിക്കട്ടെ. സോ അത്തരം ബോർഡുകൾ അല്ലെങ്കിൽ അവ നമ്മൾ തടയുന്നതാണ്. സോ ഫോളോയിങ് ക്ലാസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഡിസ്പ്ലേസ് ആർ എക്സ്റ്റംപ്റ്റഡ്. സോ അത്തരം സാഹചര്യം വെച്ചാൽ നമ്മൾ അവരെ ഒന്നും വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? അങ്ങനെ ഹെൻസ് വി ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് എനി പ്രോഹിബിഷൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇവരെ യൂസ് ചെയ്യാം. അതായത് സൈൻ ബോർഡ് അല്ലെങ്കിൽ നോട്ടീസസ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ എന്താ പറയാ സഹായത്തോടു കൂടി സൈൻ ബോർഡ് അല്ലെങ്കിൽ നോട്ടീസ് ഡിസ്പ്ലേഡ് ബൈ ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓൺ ദർ പ്രിമിസസ് ഇൻഡിക്കേറ്റിംഗ് ദ
ട്രീറ്റ്മെന്റ് ഈസ് അണ്ടർടേക്കൺ ഫോർ സച്ച് ഡിസീസ്. രണ്ട്, ബുക്ക് അല്ലെങ്കിൽ then treatise published from bona fide scientific അല്ലെങ്കിൽ certain disease ailmentsനെയൊക്കെ പറ്റി അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇപ്പൊ നമ്മുടെ ജേർണൽസിന്റെ ഒക്കെ പുറകെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവില്ലേ അത്. Then advertisement related drugs which is confined to registered medical practitioners. അപ്പം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അവർക്ക് പുതിയതായിട്ടുള്ള ബ്രാൻഡ് അറിയണമെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ലെറ്റർ കാണണം അല്ലെ. അപ്പം പ്രൈവറ്റിലോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടോ അവർക്ക് നേരിട്ട് വരുന്ന അഡ്വർടൈസ്മെന്റുകൾ പ്രോബ്ലം ഇല്ല. ദെൻ അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ടു ഡ്രഗ്സ് പ്രിന്റഡ് അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓർ ബൈ അതർ പേഴ്സൺസ് വിത്ത് ദ പ്രീവിയസ് പെർമിഷൻ ഓഫ് ഗവൺമെന്റ്. Persons wishing to obtain permission from the government should apply to the officer authorized in the behalf by the central അല്ലെങ്കിൽ state government, stating their registered name and the mark of the drug and special reasons justifying the sanction of government. അവരെ ഗവൺമെന്റ് അടുത്ത് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. Then such sanctions can be withdrawn by the government after giving the person an opportunity of showing cause against such withdrawal. അപ്പം അവർക്കത് പ്രദർശിപ്പിക്കാം, പക്ഷെ എപ്പോ വേണമെങ്കിലും ഗവൺമെന്റ് അത് തിരിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട്. അഡ്വർടൈസ്മെന്റ് ലേബൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ പെർമിറ്റഡ് അണ്ടർ ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അല്ലെങ്കിൽ റൂൾസ് ദെയർ അണ്ടർ. So the central government feels that the advertisement of some drug which are banned under the act. Okay, സെൻട്രൽ ഗവൺമെന്റിന് ചില ഡ്രഗുകൾ ഈ ഒരു ആക്ടിനുണ്ടല്ലോ അവർ ബാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് റീച്ച് ദ പബ്ലിക്. ഇറ്റ് മേ പെർമിറ്റ് ദ അഡ്വർടൈസ്മെന്റ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ കേരള. അപ്പൊ ചിലപ്പം നമുക്ക് ഡയറ്റിന്റെ പരസ്യം കാണാം, ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം കാണാം. അതൊക്കെ ഈ പറയുന്ന പോലെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ബാക്കിയുള്ളവയ്ക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ദെൻ അഡ്വർടൈസ്മെന്റ് എക്സെപ്റ്റഡ് കണ്ടീഷണലി. അപ്പം ചില നിർബന്ധങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറ്റിയിട്ടുണ്ട് കുറച്ച് അഡ്വർടൈസ്മെന്റ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ 1967 ഒരു നോട്ടിഫിക്കേഷൻ വിട്ടുകൊണ്ട് ഗവൺമെന്റ് കുറച്ച് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചു. ഒന്ന്, ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അക്കമ്പനിങ് പാക്കിംഗ് ഓഫ് ഡ്രഗ്. നമുക്ക് വേണ്ട എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ല. ലീഫ്ലെറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ലിറ്ററേച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അഡ്വർടൈസ്മെന്റ് ഓഫ് ഡ്രഗ് ഇൻ മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ജേർണൽസ്. അതൊന്നും നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് റിക്വയർഡ് ആണ്. അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു റൂൾ നിൽക്കുന്നത്. സോ അതിന്റെ കണ്ടീഷൻ എന്താണ്? ദ അഡ്വർടൈസ്മെന്റ് കണ്ടെയ്ൻസ് ഓൺലി സച്ച് ഇൻഫർമേഷൻ ആസ് ഇറ്റ് റിക്വയർഡ് for the guidance or registered medical practitioners in respect of matters relating to the therapeutic indication. ആ ഡ്രഗ് എന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഡോസ് എന്താണ്, സൈഡ് ഇഫക്റ്റ് എന്താണ്, ഡ്രഗ് എടുക്കുമ്പോൾ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ എടുക്കുന്ന പ്രിപ്പറേഷൻസ് എന്താണ്, അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് ഷാൽ ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസർ ടു പ്രൂവ് ദാറ്റ് എനി ക്ലെയിം മെയ്ഡ് ഇൻ ദ advertisement in respect of the drug is not false, exaggerated അല്ലെങ്കിൽ misleading. അപ്പൊ നമ്മൾ ഒരു ലീഫ്ലെറ്റ് ഒക്കെ സൂക്ഷിക്കാം, പക്ഷെ അതെല്ലാം ഈ പറയുന്നത് പോലെ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കിയ ആൾ ഉത്തരവാദിത്തമാണ്. അയാൾക്ക് പറയുന്ന ഒന്നും തെറ്റായിരിക്കാൻ പാടില്ല, കൂടിപ്പോവാനും പാടില്ല, തെറ്റായ ഒരു നിർദ്ദേശവും കൊടുക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് price list, therapeutic index published by manufacturer, importer അല്ലെങ്കിൽ distributor of newly drug license under D&C Act. So medical literature distributed by medical representatives. അപ്പം എല്ലാത്തിന്റെ അകത്താണെങ്കിലും ഇപ്പം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് കൊടുക്കുന്നതായിക്കോട്ടെ, പ്രൈസ് ലിസ്റ്റ് ആയിക്കോട്ടെ, ഓരോ ഡ്രഗിന് ഇത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ OP-യിലൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുമല്ലോ അല്ലെ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓക്കെ. സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പം ലീഫ്ലെറ്റ്സ് അപ്പം അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനും കുറച്ച് നിബന്ധനകളുണ്ട്. അത് കൊടുക്കുന്ന സമയം എന്തൊക്കെയായിരിക്കണം, അതിൻ്റെ അകത്ത് അത് എന്തിനു കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, ഡോസ്, സൈഡ് ഇഫക്റ്റ്, ഇത്രയും ഡീറ്റെയിൽസേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിലെ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്, കാരണം കുറച്ചും കൂടി എന്താ പറയാ ഡീറ്റെയിൽസ് കൊടുക്കാം, പക്ഷെ അതിനകത്ത് ഒരിക്കലും അത് മിസ്ലീഡിംഗ് ആയിട്ടോ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് DRC ആക്ട് പറയുന്നത്. ദെൻ അഡ്വർടൈസ്മെന്റ് ഓഫ് കെമിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ഫോർ ഓറൽ യൂസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മൾ ഓറലി കൊടുക്കുന്ന ഐപില് പോലത്തെ സാധനങ്ങൾ, അങ്ങനെയുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം കോണ്ടംസ് വേണ്ട എന്ന് നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് അതൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് ടു കൺട്രോൾ ഡിസീസസ് ആൻഡ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് വേണ്ടി പറയുന്നത്. സോ നോർജസ്ട്രാൽ, ഈഥൈൽ എസ്ട്രാഡിയോള്, ലിവോനോർജസ്ട്രാൽ, ഈഥൈൽ എസ്ട്രാഡിയോള്, ദെൻ സെന്റോബ്രോമൻ, അങ്ങനെയുള്ള ഏജൻസുകളെല്ലാം ഇറ്റ് ഷാൽ ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസർ ടു പ്രൂവ് ദാറ്റ് എനി ക്ലെയിം മെയ്ഡ് ഇൻ ദ അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ട്രൂ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോൾസ്. ഓക്കെ, അപ്പം കോൺട്രാസെപ്റ്റീവ്സിന് നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, പക്ഷേ അതൊന്നും മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഇനി ലാസ്റ്റ് പറയുന്നത് ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. എനി പേഴ്സൺ who contravenes any of the provisions of this act അല്ലെങ്കിൽ rules thereunder by taking part in the prohibited advertisement shall be punished with an imprisonment of 6 മാസം അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും. ഏറ്റവും ഫസ്റ്റ് ടൈം ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് 1 ഇയറും അതിന്റെ കൂടെ ഫൈനും ആയിരിക്കും ആദ്യത്തെ പ്രാവശ്യം. ഓക്കെ, പിന്നീടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്നത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് കോൺട്രാവെൻഷൻസ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ബൈ കമ്പനി, എവറി പേഴ്സൺ ഹു ഈസ് ഇൻ ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ് വാസ് ഇൻ ചാർജ് ഓഫ് ദ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഒഫൻസിന് 1 വർഷം വരെ തടവും പിഴയും ഉണ്ടാകാം, ഇല്ലെങ്കിൽ രണ്ടും സംഭവിക്കാം. ഓക്കെ, ഇത്രയാണ് മാജിക്. താങ്ക് യു.